ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ കൊടും ചൂടത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം ജ്യൂസ് എങ്ങനെ രുചികരമാക്കി തയ്യാറാക്കാം എന്ന് കാണിച്ചു തരാൻ വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം, അത് ചെറുതായിട്ട് നമുക്ക് മിക്സിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ പാല് തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ വെച്ച് ഞാനൊന്ന് ഐസാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ ജ്യൂസിനൊരു നല്ല തണുപ്പും ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ഏത്തപ്പഴം ഷേക്കിനെ, മിൽക്ക് ഷേക്കിനെ, ബനാന മിൽക്ക് ഷേക്കിനെ വ്യത്യസ്തമാക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ബൂസ്റ്റാണ്. നിങ്ങൾക്ക് ബൂസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നെസ്കഫേയുടെയൊക്കെ കോഫി പൗഡർ അല്പം ഒന്ന് ഒരു സ്പൂൺ വെള്ളത്തിൽ ഒരുപാട് ചേർക്കരുത്, കയ്പുണ്ടാവും. ചെറിയൊരു സ്പൂൺ വെള്ളത്തിൽ കലക്കി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 2 ചെറിയ കട്ടിയൂടെ നമ്മുടെ ഇതിനകത്തോട്ട് ഏത്തപ്പഴത്തിലേക്ക് ഇട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മൊത്തം പാലും കൂടി ഇപ്പോൾ ഒഴിക്കരുത്, അരഞ്ഞു കിട്ടത്തില്ല. അപ്പം കുറച്ചെടുത്ത് നന്നായിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കണം. ആ പേസ്റ്റിലേക്ക് വേണം നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ കണ്ടോ, നന്നായിട്ട് അരഞ്ഞു കിട്ടി. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 4-5 ഗ്ലാസ് ബനാന മിൽക്ക് ഷേക്ക് നമുക്ക് ഈ 2 ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. വലിയ ഗ്ലാസ് അല്ലേ, ചെറിയ ഗ്ലാസ്. അപ്പോൾ ഇനി നമുക്ക് ആ അരഞ്ഞ പേസ്റ്റിലേക്ക് നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കട്ടിയാക്കി വെച്ചിരിക്കുന്ന, ഐസാക്കി വെച്ചിരിക്കുന്ന പാലാണേ, അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ ജ്യൂസിൻ്റെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അത് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് എത്ര മധുരമാണോ വേണ്ടുന്നത് അത്രയും പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചക്കക്കുരു മിൽക്ക് ഷേക്കും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് രണ്ടും. അപ്പം നിങ്ങൾ ഈ ചൂട് കാലത്ത്, നമുക്ക് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഈ ചക്കക്കുരു മിൽക്ക് ഷേക്കും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ തൊട്ടടുത്ത വിഭവമായി വരുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.